ചെർപ്പുളശ്ശേരി മലബാർ പോളിടെക്നിക് ക്യാമ്പസിൽ നിപ്പ നിയന്ത്രണങ്ങളുടെ പശ്ചാത്തലത്തിൽ ജൂലൈ 16-17 തീയതികളിലായി നോഡൽ പോളിടെക്നിക്കിൽ നടന്ന പോളിടെക്നിക് പ്രവേശനത്തിനായുള്ള കൗൺസിലിംഗിൽ പങ്കെടുക്കാൻ കഴിയാതിരുന്ന മണ്ണാർക്കാട് മേഖലയിലെ വിദ്യാർത്ഥികൾക്കായി സിവിൽ, മെക്കാനിക്കൽ, ഇലക്ട്രിക്കൽ, AI&ML എന്നീ ബ്രാഞ്ചുകളിൽ ഒഴിവുള്ള സീറ്റുകളിലേക്കുള്ള പ്രവേശനത്തിന് ഇപ്പോൾ അപേക്ഷിക്കാം. താൽപ്പര്യമുള്ള വിദ്യാർത്ഥികൾക്ക് യോഗ്യതയ്ക്കനുസരിച്ച് മെറിറ്റ് മാനേജ്മെന്റ് സീറ്റുകളിൽ പ്രവേശനം നേടാമെന്ന് കോളേജ് അധികൃതർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. മേൽപ്പറഞ്ഞ കോഴ്സുകൾ പാസ്സാകുന്ന SSLC അടിസ്ഥാന യോഗ്യതയുള്ളവർക്ക് PSC, UPSC, പബ്ലിക് സെക്ടർ മേഖലകൾക്ക് പുറമെ മൾട്ടി നാഷണൽ കമ്പനികൾ ഉൾപ്പെടെ സ്വകാര്യ മേഖലയിൽ രാജ്യത്തും പുറത്തും ധാരാളം തൊഴിലവസരങ്ങൾ. മലബാർ പോളിടെക്നിക് ക്യാമ്പസ് ഇങ്ങനെ മണ്ണാർക്കാട് വന്ന് ഒരു പത്രസമ്മേളനം നടത്തുന്നത് പ്രധാനമായും രണ്ട് കാര്യങ്ങൾ ലക്ഷ്യം വെച്ചുകൊണ്ടാണ്. ഒന്നാമത്തേത് എന്ന് പറഞ്ഞത്, കഴിഞ്ഞ 16-ാം തീയതി മുതൽ പാലക്കാട് നടന്ന നോഡൽ പോളിടെക്നിക്കിൽ നടന്ന കൗൺസിലിങ്ങിൽ നമ്മൾ ഈ ഏരിയയിൽ നിന്ന്, മണ്ണാർക്കാട് ഏരിയയിൽ നിന്ന് വേണ്ടത്ര വിദ്യാർത്ഥികൾ പങ്കെടുത്തിട്ടുണ്ടായിരുന്നില്ല. ഞങ്ങൾ മനസ്സിലാക്കുന്നത് നിപ്പ റിലേറ്റഡ് ആയിട്ടുള്ള നിയന്ത്രണങ്ങൾ നിലവിലുണ്ടായിരുന്നതിനാൽ കുട്ടികൾക്ക് പ്രൊസീജിയർ പ്രകാരമുള്ള രജിസ്ട്രേഷൻ പൂർത്തിയാക്കി പാലക്കാട് എത്താൻ കഴിയാതിരുന്നതാവാം എന്നാണ് ഞങ്ങളുടെ ഒരു ധാരണ. അപ്പോൾ ഇപ്പോൾ ഫ്രഷായി കുട്ടികൾക്ക് പോളി അഡ്മിഷനിൽ അപേക്ഷ കൊടുക്കുന്നതിനുള്ള സൗകര്യങ്ങൾ വന്നിട്ടുണ്ട്. ഈ സന്ദേശം ഈ ഏരിയയിലുള്ള കുട്ടികളിലേക്ക് എത്തിക്കുക എന്നതാണ് ഞങ്ങളുടെ ഒരു പ്രധാനപ്പെട്ട ഉദ്ദേശം. രണ്ടാമത് ഞങ്ങൾ ലക്ഷ്യം വെക്കുന്നത്, ഡിപ്ലോമ വിദ്യാഭ്യാസം വേണ്ടതുപോലെ സമൂഹത്തിൽ പ്രചരിപ്പിക്കപ്പെട്ടിട്ടില്ല എന്ന ഒരു വസ്തുത ഞങ്ങൾ തിരിച്ചറിയുന്നു. ഇത് പറയാൻ കാരണം, സാധാരണക്കാരായിട്ടുള്ള വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം 2-3 വർഷം കൊണ്ട് ഒരു ജോലി നേടി, മെച്ചപ്പെട്ട ജോലി നേടി നല്ല ശമ്പളം പറ്റാനുള്ള ഒരു അവസരം എന്ന് പറയുന്നത്, അത്തരത്തിൽ ഈ കുട്ടികളെ പ്രാപ്തരാക്കാനുള്ള ഒരു സമ്പ്രദായം എന്ന് പറയുന്നത് ഡിപ്ലോമ എഞ്ചിനീയറിംഗ് വിദ്യാഭ്യാസ രീതിയാണ്. സാങ്കേതിക വിദ്യാഭ്യാസ വകുപ്പിന് കീഴിൽ കൊല്ലങ്ങളായി നടന്നു വരുന്നതാണെങ്കിൽ പോലും ഗവൺമെന്റ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ പോലും വേണ്ടത്ര വിദ്യാർത്ഥികൾ എത്തുന്നില്ല എന്ന് ഞങ്ങൾ അന്വേഷിച്ചപ്പോൾ മനസ്സിലായി. അപ്പോൾ ഗവൺമെന്റ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ പോലും വേണ്ട രീതിയിൽ പ്രചരിപ്പിക്കപ്പെട്ടിട്ടില്ല എന്ന ന്യായമായ ഒരു തിരിച്ചറിവ് ഇങ്ങനെ ഒരു പത്രസമ്മേളനം ഇവിടെ നടത്തുന്നതിന് ഞങ്ങളെ പ്രേരിപ്പിച്ചിട്ടുണ്ട്. ഞാൻ ആവർത്തിച്ച് പറയുന്നു, വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് മെച്ചപ്പെട്ട ജോലിയും മെച്ചപ്പെട്ട ശമ്പളവും ലഭിക്കുന്നതിന് കുട്ടികളെ പ്രാപ്തരാക്കുന്ന ഒരു വിദ്യാഭ്യാസ രീതിയാണിത്. PSC, UPSC, പബ്ലിക് സെക്ടർ മേഖലകളിൽ മാത്രമല്ല, മൾട്ടിനാഷണൽ കമ്പനികളിൽ +2 സയൻസ്, ITI, VHSC കോഴ്സുകൾ പാസ്സായവർക്ക് 2ാം വർഷത്തിലേക്ക് LET അഡ്മിഷനും സാധ്യമാണ്. വാർത്താസമ്മേളനത്തിൽ മലബാർ പോളിടെക്നിക് ക്യാമ്പസ് സെക്രട്ടറി MP അബ്ദുറഹ്മാൻ, പ്രിൻസിപ്പൽ സിറാജുദ്ദീൻ A, മെക്കാനിക്കൽ ഡിപ്പാർട്ട്മെന്റ് ഹെഡ് പ്രകാശൻ KK, ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ് ഡിപ്പാർട്ട്മെന്റ് ഹെഡ് മുഹമ്മദ് താഹിർ, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ആൻഡ് മെഷീൻ ലേണിംഗ് ഡിപ്പാർട്ട്മെന്റ് ഹെഡ് കൃപ, അസിസ്റ്റന്റ് പബ്ലിക് റിലേഷൻ ഓഫീസർ മുഹമ്മദ് ഇസ്ഹാഖ് എന്നിവർ പങ്കെടുത്തു.